സ്വർണ്ണവില റോക്കറ്റ് കണക്കെ കുതിച്ചുയരുമ്പോൾ ആളുകൾ ജുവലറികളിലേക്ക് ഒഴുകിയെത്തുകയാണ്. സ്വർണം വാങ്ങാനല്ല, മറിച്ച് സ്വർണം വിൽക്കാനും മാറ്റി വാങ്ങാനുമായാണ് ആളുകൾ എത്തുന്നത്. എന്നാൽ ഒരു ദിവസം തന്നെ വില ഉയരുന്ന സാഹചര്യത്തിൽ സ്വർണം വിറ്റാൽ ലാഭം കിട്ടുമോ എന്നതാണ് ആളുകളുടെ സംശയം. സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ സ്വർണം വാങ്ങാൻ എത്തുന്നില്ല എന്ന് മാത്രമല്ല, ആളുകൾക്ക് സംശയമാണ്. സ്വർണം വാങ്ങണോ അല്ലെങ്കിൽ സ്വർണം വിൽക്കണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം മണിക്കൂറിൽ തന്നെ പല വിധത്തിലാണ് സ്വർണ്ണവിലയിൽ മാറ്റം വരുന്നത്. വില വർദ്ധിക്കുന്നത് സ്വർണ്ണ വിപണിയെ വലിയ പ്രതിസന്ധിയിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. ഒരു ദിവസം തന്നെ 3-4 തവണയൊക്കെ സ്വർണ്ണവില കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പണിക്കൂലിയോ പണിക്കുറവോ ഇല്ലാതെ സ്വർണ്ണവില മാത്രമായി ഇന്ന് നല്ലൊരു തുക നൽകേണ്ടതുണ്ട്. ഇത്രയും വില കൊടുത്ത് സ്വർണം വാങ്ങാൻ ആളുകൾ മടിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറയാനുള്ള ഒരു സാധ്യതയുമില്ല. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണം വൻതോതിലാണ് വാങ്ങിക്കൂട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്വർണ്ണവില ഇത്ര ഉയരത്തിലേക്ക് കുതിക്കുന്നത്. വില കുറയാനുള്ള യാതൊരു ലക്ഷണവും ഉടൻ കാണുന്നില്ലെന്നാണ് മാർക്കറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിൽക്കാനുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും പലരും വിൽക്കുന്നില്ല. കാരണം വീണ്ടും വില വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടവർ കാത്തിരിക്കുകയാണ്. സ്വർണ്ണവില ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങുന്നതും. സംഘർഷങ്ങൾ തുടരുകയാണെങ്കിൽ വില വീണ്ടും മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത തന്നെ കാണണം. കാരണം ഷെയർ മാർക്കറ്റിലെ പോലെയല്ല ആളുകൾ ലോഹങ്ങളിൽ കൃത്യമായി നിക്ഷേപം നടത്തുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ജപ്പാൻ, ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങളിലെയും ആളുകൾ വൻതോതിലാണ് സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നത്. വ്യാപാരം ഈ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് വ്യാപാരികൾക്ക്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് ചെറുകിട വ്യാപാരികളും ലോണുകൾ എടുത്ത് വ്യാപാരം നടത്തുന്നവരുമൊക്കെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ വിൽക്കാനെത്തുന്ന ആളുകൾക്കും ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇവരെ എല്ലാം അതിജീവിച്ച് ഈ സ്വർണ്ണ വിപണിയിൽ പിടിച്ചു നിൽക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. വിവാഹാവശ്യത്തിനായി സ്വർണം വാങ്ങുന്നവർ ഇപ്പോഴുമുണ്ടെങ്കിലും വാങ്ങുന്നതിൻ്റെ അളവ് 1/3 കുറച്ചിട്ടുമുണ്ട്. ഈ വില കൂടുന്ന സാഹചര്യത്തിൽ വിവാഹങ്ങളിൽ സ്വർണം ഇല്ലാതാവാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ട്. ആളുകൾ സ്വർണത്തെ മറന്നേ മതിയാകൂ. 1.5 ലക്ഷവും കടന്നു കുതിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.